ഓക്കെ, അപ്പോൾ നമ്മൾ തിങ്കിങ് വരെയായിരുന്നു, ലേണിംഗ് വരെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിപ്പോൾ തിങ്കിങ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹിറ്റിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. കോഗ്നിറ്റീവ് പ്രോസസ്സിലെ നമ്മൾ ലേണിംഗ് പറഞ്ഞു. നെക്സ്റ്റ് തിങ്കിങ് ആൻഡ് മോട്ടിവേഷനാണ് ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ തിങ്കിങ്ങിനെ കുറിച്ച് നോക്കാം. തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവേ നമുക്ക് എന്താ അറിയാം, നമുക്ക് ചിന്തിക്കുക അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, ചിലപ്പോൾ നെഗറ്റീവായി ചിന്തിക്കും. അതായത് ഇപ്പോൾ നമുക്ക് അതിലിപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ, എനിക്ക് നല്ല മാർക്ക് കുറഞ്ഞല്ലോ, നന്നായി പഠിച്ചിരുന്നതാണല്ലോ, അങ്ങനത്തെ ഒക്കെ ഓരോ ചിന്തകൾ, അല്ലാന്നുണ്ടെങ്കിൽ പോസിറ്റീവായ എന്തെങ്കിലും ചിന്തകൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ തിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണിപ്പോൾ നമുക്ക് പൊതുവെ അറിയുന്നത്. ചിന്ത എന്നത് ന്യായീകരണം, തർക്കം, ആശയരൂപീകരണം, പ്രശ്നപരിഹാരം, ആലോചന തുടങ്ങിയ ബോധപൂർവമായ ജ്ഞാനപ്രക്രിയകളെ സൂചിപ്പിക്കുന്നു. എന്തൊക്കെയാണ്? നമ്മളെന്തെങ്കിലും ന്യായീകരിക്കുമ്പോൾ അല്ലെങ്കിൽ തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുമ്പോൾ, ആശയം ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ജ്ഞാനപ്രക്രിയയാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ചിന്ത എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ പ്രക്രിയകൾ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ ആശ്രയിക്കാതെ അന്തർലീനമായി സംഭവിക്കാം. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പം നമ്മൾ പറഞ്ഞു സെൻസേഷൻ എന്ന് പറഞ്ഞല്ലോ, അതായത് സെൻസുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഈ പ്രക്രിയകൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആശയരൂപീകരണമാണെങ്കിലും പ്രശ്നപരിഹാരമാണെങ്കിലും ആലോചനയൊക്കെയും ന്യായീകരണം, ഈ സാധനങ്ങളൊക്കെ എന്തായിരിക്കും? ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ ആശ്രയിക്കാതെ അന്തർലീനമായി സംഭവിക്കുക. അതെന്തായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളായിരിക്കും അല്ലേ. ഇപ്പോൾ പുറത്തു നിന്നുള്ള, ഇപ്പോൾ നമുക്കൊരു സാധനത്തിനെ കാണണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചിന്തിക്കാനിപ്പോൾ ഒരു സാധനത്തെ കാണണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്പർശനം ഏൽക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ പറയണത് കേൾക്കണമെന്നോ എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്തിനു വേണ്ടി കഴിയും? ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ധാരണയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിന്ത ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കാതെ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പേഴ്സെപ്ഷൻ ഉണ്ടല്ലോ, പേഴ്സെപ്ഷനാണ് ധാരണ. അപ്പോൾ ധാരണയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിന്ത ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കാതെ സംഭവിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ പേഴ്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഷൻ ഉണ്ടെങ്കിലാണ് പേഴ്സെപ്ഷൻ ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. അതായത് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാലാണ് നമുക്കത്, ഇപ്പോൾ ഒരാൾ എന്നെ തല്ലിയാലാണ് അത് എന്നെ തല്ലിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ തല്ല് കിട്ടണം, എനിക്ക് തല്ല് കിട്ടിയെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ എന്ത് വേണ്ട? ഇവിടെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ മുന്നേ ഒരു സെൻസേഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ധാരണയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിന്ത ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കാതെ സംഭവിക്കുന്നതാണ്. ചിന്ത എന്നത് ഈ പ്രക്രിയകളുടെ ഫലമായി ഉണ്ടാകുന്ന മാനസികാവസ്ഥകളെയോ ആശയങ്ങളുടെ സംവിധാനങ്ങളെയോ കൂടി സൂചിപ്പിക്കുന്നു. ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രക്രിയകളുടെ ഫലമായി ഉണ്ടാകുന്ന മാനസികാവസ്ഥകളെ, ചിന്ത എന്നത് ഈ പ്രക്രിയകളൊക്കെ ഉണ്ടല്ലോ, ഇത് കാരണമായി ഉണ്ടാകുന്ന മാനസികാവസ്ഥകളെയോ ആശയങ്ങളുടെ സംവിധാനങ്ങളെയോ കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവ വഴി ഉണ്ടാകുന്ന ആശയങ്ങൾ, ഇവ വഴി ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ അങ്ങനെ മാനസികാവസ്ഥകൾ, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതും കൂടെയാണ് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിശാലമായ അർത്ഥത്തിൽ ധാരണയും അബോധ പ്രക്രിയകളും ഉൾപ്പെടെ എല്ലാ മാനസിക പ്രതിഭാസങ്ങളെയും ചിന്തയായി കണക്കാക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്ന് വിശാലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ധാരണയും അതേപോലെ തന്നെ നമ്മൾ ബോധമില്ലാതെ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളും ഒക്കെ ഒരു വിശാലാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒക്കെ എന്താണ്? ചിന്ത കൊണ്ട് തന്നെയല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്. മൊത്തത്തിൽ പറയുമ്പോൾ ശരിക്കെല്ലാം ചിന്ത തന്നെയാണ്. എന്നിരുന്നാൽ കൂടെ അതിനെ നമ്മളൊന്ന് വേർതിരിച്ചിട്ട് ഇപ്പോൾ പേഴ്സെപ്ഷൻ, അതായത് ധാരണയൊക്കെ നമ്മൾ വേറെയാക്കി പറയുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, ശരിക്കും അതും ചിന്തയുടെ ഭാഗം തന്നെയാണ്. ചിന്ത അഥവാ ജ്ഞാനം എന്നത് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യലാണ് അല്ലെ. വിവരങ്ങൾ നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്ത് വെക്കലാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഓർമ്മകൾ സംഭരിക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യലാണ്. തീരുമാനങ്ങൾ എടുക്കൽ എന്നീ പ്രക്രിയകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം എന്നത് എന്താണ്? വിവരങ്ങൾ, നമ്മൾ അറിഞ്ഞിട്ടുള്ള വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുക, അതേപോലെ തന്നെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പിന്നെ ഓർമ്മകൾ സംഭരിച്ച് വയ്ക്കുക, അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്യുക, അതായത് തിരിച്ചെടുക്കുക, പിന്നെ തീരുമാനങ്ങൾ എടുക്കൽ എന്നീ പ്രക്രിയകളൊക്കെ സൂചിപ്പിക്കുന്നതാണിത്. മറ്റുള്ളവരെ മനസ്സിലാക്കുക, സ്വയം പ്രകടിപ്പിക്കുക, ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുക എന്നിവയും ചിന്തയുടെ ഭാഗമാണ്. ഇനി വിധി പ്രസ്താവനകൾ സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യൽ. ഓക്കെ, അപ്പം ഇനി ഒരു ഉദാഹരണം പറയാണ്. പ്രക്രിയ. ഓക്കെ, ഇനി മറ്റുള്ളവരെ മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്വയം പ്രകടിപ്പിക്കുക, അതായത് സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ഇതാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുക,
എന്നിവയും ചിന്തയുടെ ഭാഗമാണ്. ഇതൊക്കെ ചിന്തയുടെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. പിന്നെ വിധി. അപ്പോൾ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്താവനകൾ സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യൽ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രസ്താവന ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ നീ കള്ളനാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ഞാൻ കള്ളനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിനെ നിഷേധിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീ നല്ല പഠിപ്പിയാണല്ലോ എന്ന് പറയുമ്പോൾ അതെ ഞാൻ പഠിപ്പിയാണ്, അങ്ങനെ അംഗീകരിക്കുക. അപ്പോൾ അങ്ങനെയായിട്ടുള്ള എന്തെങ്കിലും അപ്പോൾ അത് ചിന്തിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അതൊക്കെ തീരുമാനിക്കുക. പിന്നെ ഇപ്പോൾ തർക്കത്തിൻ്റെ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ സാക്ഷ്യങ്ങളിൽ നിന്ന് നിഗമനങ്ങളിലെത്തുക. അപ്പോൾ സാക്ഷ്യങ്ങളിൽ നിന്ന് നിഗമനങ്ങളിലെത്തലാണ് തർക്കത്തിലുണ്ടാവുക. ഓക്കെ, അതൊക്കെ എന്ത് വേണം, ചിന്തിക്കണം അതിന്. പിന്നെ ആശയ രൂപീകരണത്തിന് എന്ത് വേണം, ചിന്ത വേണം. പിന്നെ പ്രശ്നപരിഹാരങ്ങൾ, തടസ്സങ്ങളെ മറികടന്ന് ലക്ഷ്യങ്ങൾ കൈവരിക്കലൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ത് വേണം, ചിന്തിച്ചാലല്ലേ ഇത് നടക്കുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പോത്തിനെ നമ്മൾ തല്ലി. അപ്പോൾ പോത്തിനെ തല്ലുന്ന സമയത്ത് ആ പോത്ത് നമ്മൾ തിരിച്ചു വന്ന് തല്ലൂലല്ലോ. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ കാത്തിരുന്നിട്ട് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഇവനാണല്ലോ എന്നെ പണ്ട് തല്ലിയിരുന്നത് എന്നുള്ള രൂപത്തിൽ തിരിച്ചു വന്ന് ആക്രമിക്കാനൊന്നും സാധ്യതയില്ല. കാരണം എന്താണ്, അവർക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. സോ അവരെന്ത് ചെയ്യില്ല, അതിന് വേണ്ടി നിൽക്കില്ല. അപ്പോൾ മനുഷ്യന് മാത്രമാണ് ചിന്തിക്കാനുള്ള ഒരു കഴിവുള്ളത്. അപ്പോൾ ഓക്കെ, തടസ്സങ്ങളെ മറികടന്ന് ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഒക്കെ. പിന്നെ ആലോചന എന്നുള്ളത്, ആലോചന നോക്കുമ്പോൾ പ്രവർത്തനങ്ങൾ തൂക്കി നിർത്തുക, അതായത് പ്രവർത്തനങ്ങൾ മൊത്തം നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കലാണ് ആലോചന. ഓക്കെ, എല്ലാം സെയിം ഒക്കെ തന്നെയാണ്. എന്നിവ പ്രധാന തരം ചിന്തകളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചിന്തകൾ. എന്തൊക്കെയാണ് ഒന്നും കൂടെ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടത്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കുക അല്ലെങ്കിൽ സ്വയം പ്രകടിപ്പിക്കാനും, പിന്നെ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുക, പിന്നെ അതേപോലെ തന്നെ വിധി പ്രസ്താവനകൾ സ്വീകരിക്കുക അല്ലെങ്കിൽ അത് നിഷേധിക്കുക, അല്ലെങ്കിൽ പിന്നെ തർക്കിക്കുമ്പോൾ, പിന്നെ ആശയ രൂപീകരണത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമ്പോൾ, പിന്നെ ആലോചന എന്നീ കാര്യങ്ങളിലൊക്കെ എന്ത് വരുന്നുണ്ട്, ഈ ഒരു കാര്യം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ അബോധാവസ്ഥയിൽ സംഭവിക്കുന്ന ചിന്തയെ അബോധ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോധമില്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഓക്കെ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാൻ, അബോധാവസ്ഥയിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും അബോധമായിട്ട് ചിന്തിച്ച കാര്യമാണ്. പക്ഷെ അതെന്താണ്, ചിന്തയുടെ ഭാഗം തന്നെയാണ്. ചില പ്രശ്നങ്ങൾ ബോധപൂർവമായ ശ്രമമില്ലാതെ പരിഹരിക്കപ്പെടുന്നത് അബോധ ചിന്തയുടെ ഫലമാണെന്ന് കരുതപ്പെടുന്നു. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ബോധമില്ലാത്ത രൂപത്തിൽ അതിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ അത് അബോധ ചിന്തയിലൂടെ പരിഹാരം കണ്ട ഒരു സാധനമായിട്ട് വരും. നെക്സ്റ്റ്, കോഗ്നിറ്റീവ് സൈക്കോളജി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ജസ്റ്റ് അതൊന്ന് വിശദീകരിച്ച് ഒന്നും കൂടെ. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തയെ വിവരങ്ങളുടെ പ്രോസസ്സിംഗ് പ്രക്രിയയായി കാണുന്നു. ചിന്ത എന്നത് ആശയങ്ങൾ പരിഗണിക്കലാണ്. ഓക്കെ, ചിന്തയെ എന്തായിട്ടാണ് കാണുന്നത്, വിവരങ്ങളുടെ പ്രോസസ്സിംഗ് പ്രക്രിയയായിട്ടാണ് കാണുന്നത്. ചിന്ത എന്നത് ആശയങ്ങൾ പരിഗണിക്കലാണ്, വിധികൾ രൂപീകരിക്കൽ. അപ്പോൾ ചിന്ത എന്നത് ആശയങ്ങൾ പരിഗണിക്കുക, അതിൽ വിധികൾ രൂപീകരിക്കുക, തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കേസ് എടുത്ത് ഇപ്പോൾ ഒരു കോടതിയിൽ ഒരു കേസ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ജഡ്ജിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അവിടെ കുറേ ആശയങ്ങൾ പറയും. അപ്പോൾ ഇപ്പോൾ ഒരു കള്ളനുണ്ട്, പിന്നെ മോഷ്ടിച്ച ആളുണ്ട്, അതായത് സാധനം പോയ ആളുണ്ട്. ഇവർ രണ്ടുപേരും കോടതിയിൽ വന്നു. ഈ സമയത്ത് കള്ളൻ പറഞ്ഞു ഞാൻ ഇയാളുടെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല, മറ്റേ ആൾ പറഞ്ഞത് ഇയാളെൻ്റെ മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ആശയങ്ങൾ അവിടെ ഉണ്ടല്ലോ. ഈ 2 ആശയങ്ങളെയും വിധികർത്താവ്, അതായത് ജഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ട്, പരിഗണിച്ചു. എന്നിട്ടോ വിധികൾ രൂപീകരിക്കൽ, എന്നിട്ട് ഇത് രണ്ടും കേട്ടിട്ട് ആരുടെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞിട്ട് വിധികൾ രൂപീകരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ലാസ്റ്റായിട്ട് എന്ത് ചെയ്യും, തീരുമാനമെടുക്കും. നിങ്ങൾ മോഷ്ടിച്ചത് തന്നെയാണ്, അങ്ങനെ തീരുമാനം എടുക്കൂലേ. ഇവിടെയൊക്കെ എന്ത് വേണം, തുടങ്ങിയ ബോധപൂർവമായ മാനസിക പ്രവർത്തനങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ചിന്ത. ഇവിടെ എന്ത് വേണം, ഇവിടെ ഇയാൾ ശരിക്കും ചിന്തിക്കണം അല്ലേ, ഈ ഒരു ജഡ്ജി ചിന്തിക്കണം ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ മൂപ്പര് ചിന്തിച്ചാലല്ലേ നടക്കുള്ളൂ. ഓക്കെ, ഓർമ്മയും ഭാവനയും ചിന്തയുടെ ഉപവിഭാഗങ്ങളാണ്. അപ്പോൾ ഓർമ്മയും ഭാവന, അപ്പോൾ നമ്മൾ ഓർക്കുക എന്നതും അതേപോലെ തന്നെ ഭാവിക്കുക, അതിപ്പോൾ നമുക്കൊരു ഭാവനയൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്നതൊക്കെ ചിന്തയുടെ വിഭാഗങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, പാടത്ത് കൂടെ എന്ത് ചെയ്യുന്ന ഒരു ചോറ്റുപാത്രവുമായി പാല് വാങ്ങാൻ പോകുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന ആ ഒരു ഭാവന. ഇപ്പോൾ നമ്മൾ മൈൻഡിലൊരു പെൺകുട്ടി നമ്മൾ മനസ്സിൽ കരുതി, അപ്പോൾ ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മൾ ഭാവിച്ചുണ്ടാക്കിയതല്ലേ. ആ ഭാവന അതെന്താണ്, അത് ചിന്തയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു സാധനം ഓർത്തെടുക്കുക എന്നുള്ളതും അതൊക്കെ ചിന്തയുടെ കീഴിൽ വരുന്നതാണ്, ഈ ഭാവനയും ഓർമ്മയും എന്നൊക്കെ. എന്നാൽ ധാരണ ചിന്തയുടെ ഭാഗമല്ല. പക്ഷേ പേഴ്സെപ്ഷൻ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ജനറലായിട്ട് നമ്മളിപ്പോൾ എന്ത് പറയുമ്പോഴും അതെന്ത് തന്നെയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി പറയുമ്പോൾ ശരിക്കും ചിന്തയുടെ ഭാഗം തന്നെയാണ് ധാരണ. എന്നാലും നമ്മളൊന്ന് വ്യത്യസ്തമാക്കി പറയുമ്പോൾ ധാരണ ചിന്തയുടെ ഭാഗമല്ല എന്ന് പറയും. ജനറലി അങ്ങനെ തന്നെയാണ്, പക്ഷേ ജനറലി അല്ലാതെ പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ധാരണ ചിന്തയുടെ ഭാഗമല്ല എന്നുള്ള രൂപത്തിൽ പറയും. ഓക്കെ,
ഇനി ഈ പദങ്ങൾ വ്യക്തിഗതമായതോ ഗ്രൂപ്പിൻ്റെ ഈ പദങ്ങൾ വ്യക്തിഗതമായതോ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റേതായതോ ആയ മാനസികാവസ്ഥകളെയോ ആശയങ്ങളുടെ സംവിധാനങ്ങളെയോ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. ഓക്കെ, ഈ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പദങ്ങൾ വ്യക്തിഗതമായത്, അതായത് ഇപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റേതോ ആയ മാനസികാവസ്ഥകളെയോ ആശയങ്ങളുടെ സംവിധാനങ്ങളെയോ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിൽ വിശ്വാസം എന്നതിന് സമാനമായ അർത്ഥം ഇവയ്ക്കുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് വൺ മോട്ടിവേഷൻ എന്നുള്ളതാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം നൽകുന്ന പ്രേരശക്തിയാണ് പ്രചോദനം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിന്, ഇപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ ലക്ഷ്യമാക്കി തന്നെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം നൽകുന്ന പ്രേരക ശക്തിയാണ് പ്രചോദനം. ഇപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ തന്നെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഒരു ഊർജ്ജം വേണം. അപ്പോൾ അങ്ങനെ ഒരു ഊർജ്ജം നൽകുന്ന പ്രേരക ശക്തിയാണ് പ്രചോദനം എന്നുള്ളത്. ഇത് വ്യക്തിയുടെ പ്രവർത്തനങ്ങളുടെ ദിശ, ഒരു വ്യക്തിയുടെ എങ്ങോട്ടാണ് ഇവൻ്റെ ഈ പോക്ക്, അതേപോലെ തന്നെ അതിൻ്റെ തീവ്രത, അത് അത്രത്തോളം ഇവനിൽ ഭയങ്കര തീവ്രമായിട്ട് ഇവനിൽ അതുണ്ട്, ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നിശ്ചയദാർഢ്യം എന്നിവ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ ദിശയും തീവ്രതയും ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നിശ്ചയദാർഢ്യമായിട്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഇതൊക്കെ ഉള്ളത്. അതായത് നമുക്ക് എന്തിലും ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ ആഗ്രഹം കൂടാൻ വേണ്ടിയിട്ടും അതിന് നന്നായി അധ്വാനിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ അങ്ങനെയുള്ള പരിപാടികൾ വയ്ക്കുന്നത്. ഓക്കെ, പ്രചോദനത്തിന് വിവിധ രൂപങ്ങളുണ്ട്. ഇപ്പോൾ ബാഹ്യ പ്രചോദനം, തിരിച്ചറിഞ്ഞ പ്രചോദനം, പിന്നെ അതേപോലെ തന്നെ ആന്തരിക പ്രചോദനം, അന്തർമുഖ പ്രചോദനം, സംയോജിത നിയന്ത്രണം എന്നിങ്ങനെയുള്ള കുറേ തരത്തിലുള്ള പ്രചോദന കാര്യങ്ങളുണ്ട്. ഇനിയുള്ള ഈ സാധനങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ടൈപ്സ് ആണ്, വളരെ സിമ്പിളാണ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ നല്ല നല്ല എക്സാമ്പിൾസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആന്തരിക എന്ന് പറയുമ്പോൾ അതെങ്ങനെ? ഇൻട്രിൻസിക് എന്ന് പറയും. ആന്തരിക പ്രചോദനം, അതായത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, വ്യക്തിയുടെ അകമഴിഞ്ഞ താല്പര്യം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിനോട് ഭയങ്കര താല്പര്യം, പ്രവൃത്തിയിൽ നിന്നുള്ള ആസ്വാദനം ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കിയതിലുള്ള തൃപ്തി എന്നിവയാൽ പ്രചോദിതമാകുന്ന ഒരു പ്രേരണയാണിത്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുക. ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിനോട് ഭയങ്കര താല്പര്യം ഉണ്ടാകും, അത് ചെയ്യുമ്പോൾ ഭയങ്കര ആസ്വദിച്ചിട്ടായിരിക്കും അത് ചെയ്യുക, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കിയതിലുള്ള തൃപ്തി അദ്ദേഹത്തിന് നല്ലോണം ഉണ്ടാകും. അപ്പോൾ അത് പൂർത്തിയാക്കി അടുത്തത് ചെയ്യാൻ വേണ്ടി തോന്നും. അങ്ങനെയുള്ള ഒരു പ്രവൃത്തിക്കാണെന്ന് പറയാം ഇൻട്രിൻസിക് എന്ന് പറയാം. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ ബാഹ്യ ഘടകങ്ങളാൽ, ഉദാഹരണത്തിന് അവാർഡുകൾ കൊടുക്കുമ്പോൾ, പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ, ശിക്ഷ, സാമൂഹിക അംഗീകാരം അല്ലെങ്കിൽ നിരാശ എന്നിവയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്താൽ പ്രചോദിതമാകുന്ന ഒരു പ്രേരണ രീതിയാണിത്. ഓക്കെ, എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ, ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു താല്പര്യമായിരിക്കും. മറ്റേ എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നിന്ന് എന്തൊക്കെയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവാർഡുകൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ നല്ല അടി കിട്ടും അതുകൊണ്ട് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് എക്സ്ട്രിൻസിക്കിൽ വരിക. ഓക്കെ, ഇനി ഐഡൻറ്റിഫൈഡ് ആകുമ്പോൾ, അതായത് തിരിച്ചറിഞ്ഞ പ്രചോദനം എന്ന് പറയുക ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ ആകുമ്പോൾ വ്യക്തിത്വത്തിൻ്റെയും സെൽഫ് ഇമേജിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രചോദിതമായത്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം ഇങ്ങനെയാണ്, ഇപ്പോൾ നമ്മുടെ ഒരു ഇത് ചെയ്തതിൽ സെൽഫ് ഇമേജിനെ ബാധിക്കും, അങ്ങനെയൊക്കെ മോട്ടിവേറ്റായി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് എന്ത് ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ എന്ന് പറയുക. പിന്നെ അന്തർമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രചോദനം വ്യക്തിയുടെ അകത്ത് നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളാൽ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇൻട്രോജക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻട്രോജക്റ്റഡ് എന്നാണ് അന്തർമുഖത്തിന് പറയുക കേട്ടോ. ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ വ്യക്തിയുടെ അകത്ത് നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളാൽ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ കിടന്ന് സ്ട്രെസ്സ് കുറേ ഉണ്ട്, ഉദാഹരണത്തിന് കുറ്റബോധം എന്തെങ്കിലും ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്, അല്ലെങ്കിൽ സ്വയം അഭിമാനം ഉണ്ട്, അങ്ങനെയുള്ള സമയത്ത് നിലനിർത്താനുള്ള ആഗ്രഹം ഉണ്ടാകും, മറ്റുള്ളവരുടെ അംഗീകാരം നേടാനുള്ള പ്രേരണ എന്നിവയാൽ പ്രചോദിതമാകുന്നതാണ്. ഇങ്ങനെ 4 എണ്ണമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. ഓക്കെ, സംയോജിത പ്രചോദനം, ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, വ്യക്തിയുടെ മൂല്യങ്ങളുമായും ലക്ഷ്യങ്ങളുമായും ഒത്തുചേരുന്ന പ്രവർത്തനങ്ങളെ പ്രചോദിതമാണ് സംയോജിത പ്രചോദനം എന്നുള്ളത്. സംയോജിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നാണ് സംയോജിത പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് മോട്ടിവേഷൻ എന്നുള്ളതാണ്. വ്യക്തിയുടെ മൂല്യങ്ങളുമായും ലക്ഷ്യങ്ങളുമായും ഒത്തുചേരുന്ന പ്രവർത്തനങ്ങൾ പ്രചോദിതമായതാണിത്. പിന്നെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, മികച്ചത് കൈവരിക്കാനുള്ള അഭിലാഷം ഒരാൾക്കുണ്ടാകും, വിജയം നേടാനുള്ള ആഗ്രഹം ഉണ്ടാകും, മികച്ചതായിരിക്കാനുള്ള ആഗ്രഹം എന്നിവയാൽ പ്രചോദിതമാകുന്ന ഒരു പ്രേരണയാണിത്. ഇത് വ്യക്തികളെ കഠിനാധ്വാനം ചെയ്യാനും പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇനി ഓരോന്നിൻ്റെ ഓരോരോ ജസ്റ്റ് ഉദാഹരണങ്ങൾ പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ എത്ര എണ്ണം പറഞ്ഞു? 5ഓളം പറഞ്ഞു കേട്ടോ. 5ഓ 6ഓ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മോട്ടിവേഷനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആന്തരിക പ്രചോദനം എന്നുള്ളത്. ആന്തരിക പ്രചോദനം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം.
ആന്തരിക പ്രചോദനം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ അകമഴിഞ്ഞ താല്പര്യം, പ്രവൃത്തിയിൽ നിന്നുള്ള ആസ്വാദനം അല്ലെങ്കിൽ അത് പൂർത്തിയാക്കിയതിലുള്ള തൃപ്തി എന്നിവയാൽ പ്രചോദിതമാകുന്ന ഒരു പ്രേരണയാണ്. ഓക്കെ. ഇപ്പോൾ താല്പര്യം ഉണ്ടാകും, ആ കാര്യം ചെയ്യുമ്പോൾ നല്ല ആസ്വദിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരാളുടേതാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം നമ്മൾ പറയുമ്പോൾ ഒരു സംഗീതജ്ഞൻ സംഗീതം വായിക്കുന്നത് ആസ്വദിക്കുന്നതിനാൽ മണിക്കൂറുകളോളം പരിശീലിക്കുന്നു. ഓക്കെ. ഇപ്പോൾ ഒരു സംഗീതജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംഗീതമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും നിർബന്ധിപ്പിച്ചിട്ടാ നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലോ. പൊതുവേ എന്തായിരിക്കും സംഗീതമൊക്കെ പഠിക്കുന്നവർ അത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പം അങ്ങനെയുള്ള അത് ഉള്ളിൽ നിന്നുള്ള ഒരു പ്രേരണ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെയാണ് നമ്മളിപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സംഗീതം വായിക്കുന്നത് പോലെ. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉദാഹരണം ഇതേപോലെയുള്ളത് കൊണ്ടുവരാം. പിന്നെ ബാഹ്യ പ്രചോദനം എന്നുള്ളത് ഏതായിരിക്കും? ഉയർന്ന ഗ്രേഡുകൾ നേടാനും മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാനുമായി ഒരു വിദ്യാർത്ഥി കഠിനാധ്വാനം ചെയ്യുന്നു. ഇപ്പോൾ അതിവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ബാഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ബാഹ്യ ഘടകങ്ങൾ ഉദാഹരണത്തിന് പറയുമ്പോൾ അവാർഡുകൾ, പുരസ്കാരങ്ങൾ, ശിക്ഷ, സാമൂഹിക അംഗീകാരം അല്ലെങ്കിൽ നിരാശ എന്നിവ ഉണ്ടാകുന്ന സമ്മർദ്ദത്താൽ പ്രചോദിതമാകുന്ന ഒരു പ്രേരണ രീതിയാണ്. അപ്പോൾ പുറത്ത് നിന്നുള്ള എന്തോ ഒന്ന് പ്രേരിപ്പിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കാണെന്ന് പറയുന്നത് നമ്മൾ ബാഹ്യ പ്രചോദനം അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ആ കുട്ടിക്ക് നല്ല ഗ്രേഡ് വാങ്ങണം, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു സ്ട്രെസ് കുട്ടിയിലുണ്ട്, അതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് പറയാം. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ, അതായത് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള പ്രചോദനം, മോട്ടിവേഷൻ. അത് ഉദാഹരണം ആരോഗ്യവാനും ഫിറ്റുമായിരിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഒരു വ്യക്തി പുതിയ വ്യായാമ രീതി ആരംഭിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് എന്തുണ്ട്? നല്ലൊരു ആരോഗ്യവാനായിരിക്കണം എന്നുണ്ട്. അപ്പോൾ അത് കാരണം അയാൾ എന്ത് ചെയ്യുക? പുതിയ വല്ല സാധനങ്ങൾ തുടങ്ങുക. അതിൻ്റെ എന്താണ്? ഐഡൻറ്റിഫൈഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം വ്യക്തിത്വത്തിൻ്റെയും സെൽഫ് ഇമേജിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രചോദിതമാണ്. അപ്പോൾ ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിക്ക് അവൻ്റെ പേഴ്സണാലിറ്റിയിൽ ഒരു ഇതുണ്ട്, എന്ത് അവന് നല്ല ഫിറ്റായ ബോഡി വേണം എന്നൊക്കെ അവനുണ്ട്. അവന് കുമ്പയൊക്കെ ചാടി അവൻ്റെ സെൽഫ് ഇമേജിനെ ബാധിക്കും. സോ അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം പ്രേരിതമായിട്ട് വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ അതല്ല സോറി ഇവിടെ ആരോഗ്യവാനും ഫിറ്റുമായിരിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഒരു വ്യക്തി പുതിയ വ്യായാമ രീതി ആരംഭിക്കുന്നു എന്നുള്ളത് പോലെ. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഏതായിരിക്കും? അന്തർമുഖം എന്നുള്ളതാണ്. അപ്പോൾ അന്തർമുഖം എന്താണ്? അന്തർമുഖ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയുടെ അകത്ത് നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളാൽ, ഉദാഹരണത്തിന് കുറ്റബോധം തോന്നുക, സ്വയം അഭിമാനം നിലനിർത്താനുള്ള ആഗ്രഹം കൊണ്ടും മറ്റുള്ളവരുടെ അംഗീകാരം നേടാനുള്ള പ്രേരണ കൊണ്ടുമൊക്കെ പ്രചോദിതമായി ചെയ്യുന്ന കാര്യത്തിനാണ് പറയുക. ഓക്കെ. ഇപ്പോൾ വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ കുറ്റബോധം തോന്നുന്നതിനാൽ ആ വ്യക്തി ജിംനേഷ്യത്തിൽ പോകുന്നു. ഓക്കെ. അപ്പോൾ വ്യായാമം ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. അപ്പോൾ ആൾ പ്രേരണയായിട്ട് എന്ത് ചെയ്യാണ്? ജിമ്മിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ അന്തർമുഖം എന്ന് പറയുന്നത് അതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോജിത പ്രചോദനമാണ്. അപ്പോൾ സംയോജിത പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം സ്വന്തം മൂല്യങ്ങളുമായും താല്പര്യങ്ങളുമായും യോജിക്കുന്നതിനാൽ ഒരു വ്യക്തി ബിസിനസ് ആരംഭിക്കുന്നു. അപ്പോൾ സ്വന്തം മൂല്യങ്ങൾ ഇതൊക്കെ ആയിട്ട് യോജിച്ചു പോകുന്നു എന്ന് തോന്നിയ കാരണത്താൽ അയാൾ എന്ത് ചെയ്യുക? ബിസിനസ് തുടങ്ങുക. സംയോജിത പ്രചോദനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മൂല്യങ്ങളുമായും ലക്ഷ്യങ്ങളുമായും ഒത്തുചേരുന്ന പ്രവർത്തനങ്ങൾ പ്രചോദിതമാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു ബിസിനസ് തുടങ്ങുകയാണ്, അത് അയാളുടെ മൂല്യങ്ങളും ഇതൊക്കെ ആയിട്ട് എന്താണ് യോജിച്ചു വരുന്നതാണ്. അപ്പോൾ അയാൾ അതൊരു ബിസിനസ് ആക്കി എടുക്കുന്നു. ഓക്കെ. പിന്നെ അച്ചീവ്മെൻറ്റ് പ്രചോദനം എന്നുള്ളതാണ്. ഉദാഹരണം ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ, അത്ലറ്റ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് മലയാളത്തിൽ. അപ്പോൾ അത്ലറ്റ് ആണ് കേട്ടോ. ഓക്കെ. ഒരു അത്ലറ്റ് എന്ത് ചെയ്യാണ്? റെക്കോർഡ് ഭേദിക്കാനോ ചാമ്പ്യൻഷിപ്പ് നേടാനോ പരിശീലിക്കുന്നു. അപ്പോൾ അച്ചീവ്മെൻറ്റ് പ്രചോദനം അതാണ്. പുതിയത് നേടാനുള്ള ഒരു താല്പര്യത്താൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിനാണ് അതെന്ന് പറയുക അച്ചീവ്മെൻറ്റ് പ്രചോദനം എന്ന് നമ്മൾ പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ. നമ്മളിപ്പോൾ ഈ മെമ്മറിയെക്കുറിച്ച് ചോദിച്ചാൽ തന്നെ ഈ ടൈപ്സ് ഓഫ് മെമ്മറി എല്ലാം ഓർത്ത് വയ്ക്കുക. അങ്ങനത്തെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചാൽ ജയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ നെവർ ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക? മാർക്കൊക്കെ മിസ്സാവുക. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. ബൈ.